നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, അർജുനൻ യുദ്ധരംഗത്ത് സ്വന്തമായി തീരുമാനമൊന്നും എടുക്കാൻ സാധിക്കാതെ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൗനമായിട്ടിരുന്നു, തേരിൽ ദുഃഖാർത്ഥനായിട്ടിരുന്നു. അതിന്റെ മുന്നേ എൻ്റെ എല്ലാവിധ സംശയങ്ങളും അങ്ങ് തീർത്തു തരണം, അങ്ങ് എൻ്റെ ഗുരുവാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർപ്പണ്യദോഷോ ബഹദ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാത്വാം പ്രപന്ന. അങ്ങ് എന്നെ ശാസിച്ചാലും അങ്ങനെക്ക് എന്താണ് ശ്രേയസ്കരം, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് എന്താണ് വേണ്ടത്, എൻ്റെ ഈ ദുഃഖങ്ങൾ, എൻ്റെ മനസ്സിന്റെ അസ്വസ്ഥത ഇല്ലാതാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് സമ്പദ് സമൃദ്ധമായിട്ടുള്ള രാജ്യം, സ്വർഗതുല്യമായിട്ടുള്ള രാജ്യം ലഭിച്ചാൽ പോലും എൻ്റെ മനസ്സിന്റെ അസ്വസ്ഥതയ്ക്ക് പരിഹാരമാകുന്നില്ല, എനിക്ക് സമാധാനം കിട്ടുകയില്ല എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ സമാധാനം, സന്തോഷം, ശാന്തി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം എനിക്ക് നൽകണമെന്നാണ് അർജുനൻ അപേക്ഷിച്ചത്, ഭഗവാനോട് അപേക്ഷിച്ചത്. അപ്പോൾ ഭഗവാൻ അർജുനനോട് പുഞ്ചിരിച്ചുകൊണ്ട് ആ 2 സൈന്യത്തിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് സേനയോരുഭയോർ മധ്യേ വിഷീദന്തമിതം വച്ച തമുവാച ഋഷികേശം പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർ മധ്യേ വിഷീദന്തമിതം വച്ച. 2 സൈന്യത്തിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും, ആർക്ക് വേണമെങ്കിലും ഈ ഉപദേശം ശ്രവിക്കാം എന്നുള്ള രീതിയിൽ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട്, അർജുനൻ ഇത്രയും നേരം എന്നോട് ഒരു സുഹൃത്തിന്റെ രൂപത്തിൽ സംസാരിച്ചു, ഒരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഇപ്പോൾ അർജുനൻ എൻ്റെ ശിഷ്യനായിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഹസന്നിവ ഭാരത,
പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനോട് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അർജുനന് ആവശ്യമായിട്ടുള്ള ഉപദേശം നൽകും. അപ്പോൾ ഗുരുവിന്റെ സ്ഥാനത്താണ് ഭഗവാൻ ഇനി സംസാരിക്കുന്നത്. ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്, ഗുരുവും ശിഷ്യനും എന്നുള്ള രീതിയിലുള്ള സംഭാഷണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അർജുനന്റെ എല്ലാവിധ സംശയങ്ങളും തീർക്കുന്നതിനും എല്ലാവിധ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിനു വേണ്ടി അർജുനന് ഈ ഉപദേശങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർക്കും അവർക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അർജുനൻ ഭഗവത്ഗീത മനസ്സിലാക്കിയത് അതേപോലെ ആരാണോ മനസ്സിലാക്കുന്നത് അവർക്കും അവരുടെ മനസ്സിലുള്ള എല്ലാവിധ വ്യതകളും എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായി മനസ്സിൽ വലിയ സന്തോഷമുണ്ടാകും, മനസ്സിൽ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഭഗവാൻ നൽകുന്നത്. ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രയത പുമാൻ വിഷ്ണുപദം അവാപ്നോതി ഭയശോകാദി വർജിത. ആരാണോ ദിവസവും ഭഗവത്ഗീത പഠിക്കുന്നത്, ഗൗരവമായിട്ട് ഭഗവത്ഗീത ആത്മാർത്ഥമായിട്ട് ആരാണോ പഠിക്കുന്നത് അവരുടെ ഭയങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ ഭയങ്ങളും എല്ലാവിധ ഉത്കണ്ഠകളും ഇല്ലാതാകും എന്ന് ഗീതാ മഹാത്മ്യത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ എങ്ങനെയാണോ അർജുനൻ ഭഗവത്ഗീത സ്വീകരിച്ചത് അതേപോലെ തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലെ. ഭഗവത്ഗീത കേട്ടതിന് ശേഷം അർജുനൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അർജുനൻ ഭഗവത്ഗീതയെ സ്വീകരിച്ചത്. അർജുനൻ പറഞ്ഞു, സർവമേത ഋതം മന്യേ യന്മാ വദസി കേശവ. അങ്ങ് പറഞ്ഞതെല്ലാം എന്താണ്? അങ്ങയുടെ വാക്കുകളെല്ലാം സത്യമാണ്, പരമമായിട്ടുള്ള സത്യമാണ്. ഭഗവാൻ വെറുതെ എന്തെങ്കിലും വാക്കുകൾ ഇവിടെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം പരമമായിട്ടുള്ള സത്യമാണ്. ഭഗവാൻ അച്യുതനാണ്, ഒരിക്കലും തെറ്റുപറ്റാത്തവനാണ്. ആ തെറ്റുപറ്റാത്ത ഭഗവാന്റെ നേരിട്ടുള്ള സംഭാഷണമാണ് ഭഗവത്ഗീത. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിത എന്ന് ശങ്കരാചാര്യ പറയും. നേരിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഭഗവത്ഗീത. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇത് ഒരു സാധാരണ വാക്കുകളല്ല, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന നിയമമാണ്. അതൊരിക്കലും മാറ്റമില്ലാത്തതാണ്. ഏതു കാലത്ത് ഭഗവാൻ അവതരിക്കുമ്പോഴും നൽകുന്ന ഉപദേശം ഇത് തന്നെയാണ്, അതിൽ മാറ്റമില്ല. പ്രപഞ്ചത്തിന്റെ മാറാത്ത നിയമമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് അതേപടി ആരാണ് മനസ്സിലാക്കുന്നത് അവർക്കും അർജുനന് ലഭിച്ചതുപോലെ മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. എല്ലാവിധ സംശയങ്ങളിൽ നിന്നും അവർക്കും മുക്തി ലഭിക്കും എന്ന് ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നു. അർജുനൻ അവസാനം പറയുന്നുണ്ട്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. എന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതായി. എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മ ലഭിച്ചു, എനിക്ക് എന്നെക്കുറിച്ചുള്ള ഓർമ്മ ലഭിച്ചു. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ തത് പ്രസാദാത്മയാച്യുത. എങ്ങനെയാണ് കിട്ടിയത്? അങ്ങയുടെ അനുഗ്രഹത്താൽ, ഗുരുവിന്റെ അനുഗ്രഹത്താലാണ് ശിഷ്യന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. ഇവിടെ അർജുനന് ഭഗവാൻ തന്നെയാണ് ഗുരു. തത് പ്രസാദാത്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കിതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഭഗവത്ഗീത മനസ്സിലാകുന്നതിന് എന്ത് വേണം? ആ ഗുരുവിന്റെ അനുഗ്രഹം വേണം. സഞ്ജയനും പറയുന്നുണ്ട്, വ്യാസപ്രസാദ ശ്രുതവാനേ. എനിക്ക് വ്യാസപ്രസാദം കൊണ്ട്, വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇത് കേൾക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം നമ്മൾ ഭഗവത്ഗീത ഏതെങ്കിലും ശ്ലോകം വായിച്ചു പഠിച്ചത് കൊണ്ട് നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് ഈ ഭഗവത്ഗീത ജ്ഞാനം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്ന് ഭഗവാനും പറയുന്നുണ്ട് 6ാമത്തെ അധ്യായത്തിൽ. ഏവം പരമ്പരാപ്രാപ്തം, ഗുരു പരമ്പരയിലൂടെയാണ് നമുക്ക് ഈ ഭഗവത്ഗീത ലഭിക്കുന്നത്. നമ്മൾ ഈ ജ്ഞാനം ലഭിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നും ഭഗവാൻ പറയുന്നു. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഈ തത്വം മനസ്സിലാക്കിയിട്ടുള്ള, ഭഗവത്ഗീത ജ്ഞാനം നേടിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കണം. ആ ഗുരുപരമ്പരയിൽ പെട്ട ഒരു ഗുരുവായിരിക്കണം. അദ്ദേഹത്തിനോട് വിനയപൂർവം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന.
അങ്ങനെയുള്ള തത്വദർശികൾ ഈ ജ്ഞാനം നിനക്ക് ഉപദേശിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീത ഒരു സാധാരണ ഭൗതികമായിട്ടുള്ള ശാസ്ത്രമല്ല, ഭൗതികമായിട്ടുള്ള അഭ്യാസത്തിലൂടെ നമ്മൾക്ക് കിട്ടാവുന്നതല്ല. ഇത് ഉൾക്കൊള്ളുന്നത് ആ ഗുരുവിന്റെ പ്രസാദം കൊണ്ടാണ്, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ശ്രീല പ്രഭുപാദർ നമ്മളെല്ലാവരെയും നേരത്തെ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ ഇതെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചത്. കലിയുഗത്തിൽ എല്ലാവർക്കും അത് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നവർക്കും ആ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്, ശ്രീല പ്രഭുപാദരുടെ അനുഗ്രഹം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളെ ശ്രീല പ്രഭുപാദരുടെ ഈ ഗ്രന്ഥം തന്നെ നമ്മൾ വായിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൃഷ്ണഭക്തന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ ശ്രീല പ്രഭുപാദർ എഴുതിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീല പ്രഭുപാദർ തന്നെയാണ് കൃഷ്ണഭക്തൻ. ഭഗവാന്റെ ശുദ്ധഭക്തനായിട്ടുള്ള ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾക്ക് ആ പ്രഭുപാദരുടെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ ശ്രീല പ്രഭുപാദരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശം ഇവിടെ 11ാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുന്നുണ്ട്. ശ്രീ ഭഗവാൻ വാച അശോച്യാനന്നശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഃ. അപ്പോൾ ഭഗവാൻ അർജുനോട് ഈ ശ്ലോകമാണ് ആദ്യമായിട്ട് പറയുന്നത്. അശോച്യാൻ അന്നശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച നാനുശോചന്തി പണ്ഡിതാഃ. 8ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം. എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾക്ക് വിവർത്തനം ഭാവാർത്ഥം വായിച്ചു നോക്കാം. അതിനുശേഷം നമ്മൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. 11ാമത്തെ ശ്ലോകം വായിച്ചോളൂ. 2ാമത്തെ അധ്യായത്തില് 11ാമത്തെ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. നീതു മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച അശോച്യാൻ അന്യശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗതാം സൂന ഗതാം സൂം ച നാനുശോചന്തി പണ്ഡിത. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ്. അദ്ദേഹത്തെ പരോക്ഷമായി വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിന്റെ നിലപാടെടുത്ത് അർജുനനെ ശാസിക്കുന്നു. നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു. അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെ പറ്റി വ്യസനിക്കാറില്ല. അറിവ് എന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിന്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. മതപരങ്ങളായ പ്രമാണങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണത്രേ അർജുനന്റെ വാദം. പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാനിട വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നീതു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുനൻ തന്റെ സിദ്ധാന്തങ്ങൾ, ഒരുപാട് സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രശ്നങ്ങൾ, യുദ്ധത്തിന്റെ കെടുതികൾ, യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കുലക്ഷയം, പാപം, അതേപോലെ ദുഃഖം, ഇങ്ങനെയുള്ള വ്യത്യസ്ത കാര്യകാരണങ്ങളൊക്കെ യുദ്ധത്തിനെ കുറിച്ച് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ആരുടെ മുന്നിലാണ് പറഞ്ഞത്? ഭഗവാന്റെ മുന്നിലാണ് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവിധ ജ്ഞാനവുമുള്ള വ്യക്തിയാണ്, എല്ലാം അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഭഗവാന്റെ ജ്ഞാനത്തിനെ കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ട്. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജന ഭവിഷ്യാണി ച ഭൂതാനി എന്ന് ഭഗവാൻ പറയുന്നത്. വേദാഹം, ഭഗവാൻ എന്തൊക്കെ അറിയാം? വേദാഹം സമതീതാനി, കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്ന് ചരിത്രാതീത കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ. വർത്തമാനാനി ചാർജന, ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എല്ലാ ലോകത്തിലും എല്ലാ പ്രപഞ്ചത്തിലും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഭഗവാൻ അറിയാം. ഭവിഷ്യാണി ച ഭൂതാനി, ഇനി ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. ഭൂതാനി, ഓരോ ജീവാത്മാവിനെ കുറിച്ചും പ്രത്യേകം പ്രത്യേകം ഭഗവാൻ അറിയാം. ഓരോ ജീവാത്മാവും ഇതുവരെ എത്ര ജന്മമെടുത്തു, ആ ജന്മത്തിലൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു, ഇനി എന്താണത് ചെയ്യാൻ പോകുന്നത്, ആ ജീവാത്മാവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ അഭിജ്ഞ എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അഭിജ്ഞ സുരാട് എന്നാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെ ശ്രീല വ്യാസദേവൻ ഭഗവാനെ സ്തുതിക്കുന്നത്, അല്ലെ? ജന്മാദ്യസ്യതോ അന്യാ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞ സ്വരാട്, എല്ലാം അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മുന്നിലാണ് അർജുനൻ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിച്ചത്. അപ്പൊ ഭഗവാന്റെ മുന്നിൽ ബുദ്ധിമാനാകുന്നത് അത്ര എളുപ്പമല്ല. ഭഗവാനോട് അർജുനൻ പറഞ്ഞിട്ടുള്ളത് ഭൗതികമായിട്ട് നോക്കുന്ന സമയത്ത് വലിയ ഉയർന്ന കാര്യമാണ്. സമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അർജുനൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അർജുനൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഭഗവാന്റെ ദൃഷ്ടിയിൽ അതൊന്നും അത്ര ബുദ്ധിയല്ല. അതുകൊണ്ട് ഭഗവാൻ അർജുനനെ ഒരു ബുദ്ധിമാനായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, അശോചാൻ അന്നശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ എന്നാണ്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അശോചാൻ അന്നശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ, നീ പ്രജ്ഞാവാദം, ബുദ്ധിയുള്ളവനെ പോലെ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബുദ്ധിയുള്ളവനെ പോലെ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ബുദ്ധിയുള്ളവനെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിനക്ക് ബുദ്ധിയില്ല എന്നാണ്, അല്ലേ? ബുദ്ധിയുള്ളവനെ പോലെയാണ് നീ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നീ ഒരു വിഡ്ഢിയാണ് എന്നാണ്. നീ ബുദ്ധിമാനാണ് എന്നല്ല ഭഗവാൻ പറഞ്ഞത്, നീ ബുദ്ധിയുള്ള ആളെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ല, നീ സംസാരിക്കുന്നത് അത്ര ഇന്റലിജൻസ് അല്ല, ബുദ്ധിയുള്ളവനെ പോലെയാണ് സംസാരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നു, ഒരു ഗുരുവിന് ശിഷ്യനെ ശാസിക്കാം. ഗുരുവിന് ശിഷ്യനോട് ഗൗരവപൂർവമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ചീത്ത പറയാം. നീ ഒരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞ് ചീത്ത പറയാം. അപ്പോൾ അതിനുള്ള അവകാശമുണ്ട് ഗുരുവിന്. ഗുരുവിന്റെ ഡ്യൂട്ടി എന്താണ്? ശിഷ്യന്റെ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് ഗുരുവിന്റെ ചുമതല. ശിഷ്യൻ തെറ്റായിട്ടുള്ള വഴിക്ക് ചിന്തിക്കുന്ന സമയത്ത് അത് തിരുത്തേണ്ടത് ഗുരുവിന്റെ ഡ്യൂട്ടിയാണ്, ഗുരുവിന്റെ ചുമതലയാണ്. അപ്പോൾ അർജുനൻ നേരത്തെ തന്നെ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. എന്നെ ശാസിച്ചാലും ശിഷ്യസ്തേഹം ശാന്തി മാം പ്രപന്നം, എന്നെ ശാസിച്ചാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ആ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അർജുനെ ശാസിക്കുകയാണ്. നീ ബുദ്ധിമാന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്, പക്ഷെ എന്ത് സംഭവിച്ചു? നീ യഥാർത്ഥ ബുദ്ധിമാനല്ല. കാരണം എന്താണ്? ഭഗവാൻ ബുദ്ധിമാന്റെ ലക്ഷണം ഇവിടെ പറയാം. ഗതാസോഞ്ച അഗതാസോഞ്ച ജ്ഞാനശോചന്തി പണ്ഡിത. യഥാർത്ഥ ബുദ്ധിമാൻ ഒരിക്കലും ദുഃഖിക്കാറില്ല എന്നാണ് പറയുന്നത്.
മരിച്ചവരെ കുറിച്ചോ ജീവിച്ചവരെ കുറിച്ചോ ചൊല്ലി ദുഃഖിക്കുന്നില്ല. അതാണ് യഥാർത്ഥ ബുദ്ധിമാന്റെ ലക്ഷണം. അതാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനന്റെ സംസാരം കേട്ടത് കൊണ്ട് ഭഗവാൻ ഒരിക്കലും അർജുനനെ ബുദ്ധിമാനായിട്ട് കണക്കാക്കുന്നില്ല. ഒരു വ്യക്തിയുടെ സംസാരം കേട്ടിട്ടല്ല ഒരു വ്യക്തിയെ ബുദ്ധിമാനായിട്ട് കണക്കാക്കണം. ആ വ്യക്തിയുടെ പ്രതികരണം, അർജുനൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കിയിട്ടാണ് അർജുനനെ ബുദ്ധിമാനായിട്ട് കണക്കാക്കി. അർജുനൻ ഇവിടെ യുദ്ധഭൂമിയിൽ വന്നപ്പം കരയാണ് ചെയ്തത്, വിലപിച്ചു. അല്ലെ, അവരൊക്കെ മരിച്ചു പോകും, യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പോൾ അത് ബുദ്ധിമാന്റെ ഒരു ലക്ഷണമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അർജുനനെ ഒരു ബുദ്ധിമാനായിട്ട് ഭഗവാൻ കണക്കാക്കിയിട്ടില്ല എന്ന് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. അശോചാൻ അന്നശോചത്വം പ്രജ്ഞാവാദാംശ ഭാഷത്തെ ഗതാസൂൻ അഗതാസൂൻശ നാനുശോചന്തി പണ്ഡിത. യഥാർത്ഥ ബുദ്ധിമാൻ ഒരിക്കലും മരിച്ചവരെ കുറിച്ചോ ജീവിച്ചവരെ കുറിച്ചോ ചിന്തിച്ച് ദുഃഖിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ എന്തുകൊണ്ടാണ് ദുഃഖിച്ചത്? അർജുനന് ജീവനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. ജീവന്റെ സ്വഭാവം, യഥാർത്ഥത്തിൽ ജീവന്റെ സ്വഭാവം എന്താണ് എന്ന് അർജുനന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അർജുനന് ദുഃഖമുണ്ടായത്. ഇവരെല്ലാവരും മരിച്ചു പോകും, എന്റെ ബന്ധുക്കളൊക്കെ മരിച്ചു പോകും എന്ന് പറഞ്ഞത് അവരെല്ലാവരും ഇല്ലാതായി പോകുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എന്ന് ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ട് ഭഗവാൻ അടുത്ത ശ്ലോകം മുതൽ ജീവന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജീവനെ കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അത് വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. അത് മനസ്സിലായാൽ തന്നെ ഒരു വ്യക്തിയുടെ വിലാപം ഇല്ലാതാകും എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് യഥാർത്ഥ ബുദ്ധി ഉണ്ടാകും, ഭഗവാൻ ഉദ്ദേശിച്ച നിലവാരത്തിലുള്ള ബുദ്ധി ഉണ്ടാകും. ഭഗവാൻ ഉദ്ദേശിച്ച നിലവാരത്തിലുള്ള ബുദ്ധി എന്താണ്? ശരീരവും ജീവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ സ്വഭാവം എന്താണ്, അതേപോലെ ജീവന്റെ സ്വഭാവം എന്താണ്, ഇത് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഭഗവാൻ പണ്ഡിതൻ എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് ഒരിക്കലും വിലപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ശരീരത്തിനെ കുറിച്ച് വിലപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. ജീവാത്മാവിനെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വളരെ രഹസ്യമാണ്. എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ചില ആളുകൾ ഇത് നല്ല രീതിയിൽ കേൾക്കും. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ഛൈനം അന്നശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഈ ജീവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ചില ആളുകൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് വലിയ അത്ഭുതം ഉണ്ടാവും, അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ആശ്ചര്യവത് വദതി, അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ജീവന്റെ കാര്യങ്ങൾ, ജീവന്റെ സ്വഭാവം എന്ന് അവർ അത്ഭുതത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷേ ചില ആളുകൾക്ക് കേട്ടാലും മനസ്സിലാവില്ല എന്ന് ഭഗവാൻ പറയും. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ഛേനം അന്നശൃണോതി ശ്രുത്വാപ്യേനം വേദ നൈവ കശ്ചിത്. കേട്ടാലും ചില വ്യക്തികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജീവന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഒരു ശരീരത്തിൽ ജീവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. ജീവനെ കുറിച്ചുള്ള അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. അജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ ജീവന്റെ യഥാർത്ഥ സ്വഭാവം അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ഉപദേശം ആ അജ്ഞാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ശ്ലോകം മുതൽ ഭഗവാൻ ആ ജീവന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 12ാമത്തെ ശ്ലോകം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃപര എന്നാണ് ഭഗവാൻ പറയുന്നത്.
എന്താണ് ഭഗവാൻ പറയുന്നത് നമുക്ക് നോക്കാം. വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 12ാമത്തെ ശ്ലോകം വായിക്കാം. വായിക്കട്ടെ പ്രഭുജി. ഗീതാമാതാജി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല. അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു. ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. ഭാവാർത്ഥം. വേദങ്ങളിൽ കഠോപനിഷത്തും ശ്വേതാശ്വേതാരോപനിഷത്തും പറയുന്നു, നിർവേശ്വരനായ കൃഷ്ണൻ എണ്ണമറ്റ ജീവാത്മാക്കളെ അവരവരുടെ കർമ്മങ്ങൾക്കും അവ ഉളവാക്കുന്ന പ്രതികരണങ്ങൾക്കും അനുയോജ്യങ്ങളായ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ പുലർത്തിപ്പോരുന്നു. ആ സർവേശ്വരൻ തന്നെ തന്റെ സമ്പൂർണ്ണ അംശങ്ങളായി ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുമുണ്ട്. ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്കേ പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കൂ. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാന മേഘോ ബഹുനാം യോ വിദദാതി കാമാൻ തമാത്മസ്തം യേ അനുപശ്യന്തി ധീരാ സ്തേഷ്ടാം ശാന്തി ശാശ്വതീ നേതരേഷ്ട. കഠോപനിഷത്ത് 2.2.13. അർജുനന് നൽകപ്പെട്ട ഈ വൈദിക സത്യം വലിയ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം അറിയുകയും ചെയ്യുന്നവരായി ലോകത്തിലുള്ള എല്ലാ പേർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനും യുദ്ധരംഗത്തുള്ള മറ്റനേകം രാജാക്കന്മാരും താൻ തന്നെയും ശാശ്വതരായ ജീവവ്യക്തികളാണെന്നും അസംഖ്യം ജീവാത്മാക്കളിലെ അവരുടെ ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും താൻ എന്നും സംരക്ഷിച്ചു പോരുന്നു എന്നും ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു. സർവോത്കൃഷ്ടനായ വ്യക്തിയാണ് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ. ഭഗവാന്റെ സനാതന സുഹൃത്തായ അർജുനനും പോർനിലത്ത് ഒത്തുചേർന്നിട്ടുള്ള രാജാക്കന്മാരും ശാശ്വത വ്യക്തികൾ തന്നെ. അവരാരും മുൻകാലത്ത് ജീവിക്കാത്തവരോ മേലിൽ ശാശ്വതത്വം നഷ്ടപ്പെടുന്നവരോ അല്ല. അവരുടെ വ്യക്തിത്വം പണ്ടേ ഉള്ളതാണ്. അത് ഭാവിയിലും നിലനിൽക്കും. അതിനാൽ ആരെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. മുക്തിക്ക് ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നീക്കി അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തന്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന മായാവാദികളുടെ സിദ്ധാന്തത്തെ പ്രാമാണികനായ ശ്രീ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. ബദ്ധാവസ്ഥയിൽ മാത്രമേ വ്യക്തിത്വം ചിന്താവിഷയമാകുന്നുള്ളൂ എന്ന വാദത്തിലും ഈ സൂക്തം ഇടകൊടുക്കുന്നില്ല. മറിച്ച് തന്റെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വം ഉപനിഷത്തുകൾ ഊന്നി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭാവിയിലും ശാശ്വതമായി നിലനിൽക്കുമെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ മായാതീതനാകിയാൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ആധികാരികമത്രേ. വ്യക്തിസത്ത യാഥാർത്ഥ്യമല്ലെങ്കിൽ കൃഷ്ണൻ ഭാവി കാലത്തേക്ക് കൂടി അതിനുള്ള പ്രസക്തിയെ ചൂണ്ടിക്കാട്ടുകയില്ലായിരുന്നു. കൃഷ്ണൻ ഉദ്ദേശിച്ചതായ വ്യക്തിത്വം ആത്മീയമല്ല, ഭൗതികമാണെന്ന് മായാവാദിക്ക് എതിർവാദം ഉന്നയിക്കാം. അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ കൃഷ്ണന്റെ വ്യക്തിത്വത്തെ എങ്ങനെ വേർതിരിച്ചറിയാം? തന്റെ സ്വന്തം വ്യക്തിത്വം ഭൂതകാലത്തുണ്ടായിരുന്നു, ഭാവിയിലും ഉണ്ടായിരിക്കുമെന്ന കാര്യം കൃഷ്ണൻ ഊന്നി പറയുന്നുണ്ട്. ഭഗവാൻ തന്റെ വ്യക്തിത്വത്തിന്റെ ഉണ്മ പലതവണ സമർത്ഥിക്കുകയും അവ്യക്തിഗത ബ്രഹ്മത്തിനും ഉപരിയാണ് തന്റെ നിലയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിലുടനീളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്റെ ആത്മീയ വ്യക്തിത്വത്തെയാണ്. വ്യക്തിത്വ ബോധത്തോടെ ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് കൃഷ്ണനെന്ന് നാം കരുതുകയാണെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ആധികാരിക ഗ്രന്ഥത്തിന്റെ മൂല്യമില്ലെന്ന് വരും. മാനുഷിക ദൗർബല്യമായ 4 ദോഷങ്ങളോട് കൂടിയ ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ യോഗ്യമായതൊന്നും പഠിപ്പിക്കാനാവില്ല. അത്തരത്തിലുള്ള സാഹിത്യത്തിൽ നിന്ന് എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ഭഗവത്ഗീത. ഭൗതിക ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഭഗവത്ഗീതയോട് നിൽക്കാനാവുന്നതല്ല. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്ന പക്ഷം ഭഗവത്ഗീതയ്ക്കുള്ള ഈ പ്രാധാന്യം നഷ്ടപ്പെടും. ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ബഹുവചനം മാമൂലുകൾക്കനുസൃതമാണെന്നും അത് ശരീരത്തെ കുറിക്കുന്നതാണെന്നും മായാവാദികൾ തർക്കിച്ചേക്കാം. എന്നാൽ ദേഹാത്മഭാവത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ.
ജീവാത്മാക്കളുടെ ദേഹാത്മഭാവത്തെ തള്ളിപ്പറഞ്ഞതിനു ശേഷം ശരീരത്തെക്കുറിച്ച് മാമൂലുകൾക്കനുസൃതമായി പിന്നെയും അത്തരത്തിൽ പ്രസ്താവിക്കാൻ കൃഷ്ണൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലാണ് വ്യക്തിഭാവം നിലനിൽക്കുന്നത്. മഹാചാര്യനായ ശ്രീ രാമാനുജാര്യനെ പോലെയുള്ള മറ്റു പല ഗുരുക്കന്മാരും ഇതിനെ ദൃഢീകരിക്കുന്നുമുണ്ട്. ഈ ആത്മീയ വ്യക്തിത്വം ഭഗവത് ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പലയിടത്തും സ്പഷ്ടമാക്കിയിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനെന്ന നിലയ്ക്ക് കൃഷ്ണനോട് അസൂയ തോന്നുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥം അപ്രാപ്യമാണ്. തേൻകുപ്പിക്കു മീതെ നക്കുന്ന തേനീച്ചകളുടേതുപോലെയുള്ള സമീപനമാണ് ഭഗവത്ഗീതയെക്കുറിച്ച് ഭക്തിഹീനരായിട്ടുള്ളവർക്കുള്ളത്. കുപ്പി തുറന്നു കിട്ടിയാലേ തേനിന്റെ സ്വാദ് അറിയാനാകൂ. ഭഗവത്ഗീതയിലെ നിഗൂഢ ജ്ഞാനം അതിന്റെ 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ഭക്തന്മാർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ, മറ്റാർക്കും സാധ്യമല്ല. ഭഗവാന്റെ പരമപദത്തോട് അസൂയാലുക്കളായവർക്ക് ഗീത സ്പർശിക്കുവാൻ പോലും സാധ്യമല്ല. അതിനാൽ മായാവാദികളുടെ വ്യാഖ്യാനം പൂർണ്ണമായും സത്യത്തെ വളച്ചൊടിച്ചു കാട്ടുന്നവയാണ്. മായാവാദ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഗീതാ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്നുവെന്നും മായാവാദി ഭാഷ്യങ്ങൾ വായിക്കരുതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മുൻപ് പ്രസ്താവിച്ച വ്യക്തിത്വം ഭൗതികമാണെന്ന് വെച്ചാൽ ഭഗവാന് അർജുനനെ ഉപദേശിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ജീവാത്മാക്കളും ഭഗവാനും വെവ്വേറെയാണെന്നത് മുൻപ് പറഞ്ഞ പോലെ ഒരു ശാശ്വത സത്യവും വേദസമ്മതവുമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ അർജുനോട് ആദ്യം തന്നെ നിനക്ക് ജ്ഞാനമില്ല, നിനക്ക് ബുദ്ധിയില്ല എന്ന് ഭഗവാൻ പറയുന്നതിന് കാരണം യഥാർത്ഥ ജ്ഞാനം സ്വീകരിക്കുന്നതിന് ശിഷ്യന് ഒരു വിനയമുണ്ടായിരിക്കണം. വിനയത്വം, വിദ്യാവിനയസമ്പന്നെ എന്ന ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് എപ്പോഴാണ് വിദ്യ ലഭിക്കുന്നത്? എനിക്കറിയില്ല എന്നൊരു വ്യക്തി മനസ്സിലാക്കുന്ന സമയത്താണ്. എനിക്ക് യഥാർത്ഥത്തിൽ അറിയുകയില്ല, എനിക്കറിയണം, അറിയേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സമയത്താണ് ഒരു വ്യക്തി ജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നീ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ ജ്ഞാനമല്ല, എനിക്ക് യഥാർത്ഥ ബുദ്ധിയില്ല. യഥാർത്ഥ ജ്ഞാനം ജ്ഞാനം നേടിയിട്ടില്ലാത്തത് കൊണ്ടാണ് അർജുനനെ ഭഗവാൻ ബുദ്ധിയില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനമില്ലാത്തവൻ എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാൻ അർജുനന് യഥാർത്ഥ ജ്ഞാനം ഉപദേശിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അർജുനൻ യഥാർത്ഥ ജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനും യഥാർത്ഥ ജ്ഞാനം, ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഇവിടെ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു. ഭൗതികമായിട്ട് നോക്കുന്ന സമയത്ത് അർജുനൻ പറഞ്ഞതെല്ലാം വലിയ വലിയ കാര്യമാണ്, അതെല്ലാം ഉന്നതമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും യഥാർത്ഥ ജ്ഞാനമല്ല. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം, മായയിൽ നിന്ന് മുക്തി ലഭിക്കുന്ന തരത്തിലുള്ള ജ്ഞാനമാണ് ഭഗവാൻ ഇവിടെ അർജുനന് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഈ ശ്ലോകത്തിൽ തന്നെ 12ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ഇവിടെ ഭഗവാനെ കുറിച്ചും പറയുന്നുണ്ട്, അർജുനനെ കുറിച്ചും പറയുന്നുണ്ട്, ചുറ്റുപാടുമുള്ള എല്ലാവരെ കുറിച്ചും പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനവും ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കളെ കുറിച്ചുമുള്ള ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. ഭഗവാന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്, ജീവാത്മാക്കളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്, ഇത് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാനെ കുറിച്ചും അർജുനെ കുറിച്ചും ആ യുദ്ധത്തിന് വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നൈവ ന ഭവിഷ്യാമ സർവേ വയമതപരം. നത്വേ വ അഹം ജാതു ന ആസം നത്വം നേമേ ജനാധിപാഹ നൈവ ന ഭവിഷ്യാമ
സർവേ ഭയമതപരം. അർജുനന്റെ വലിയൊരു തെറ്റിദ്ധാരണയാണ് ഭഗവാൻ ഇവിടെ നീക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് അർജുനൻ പറഞ്ഞത്? ഞാൻ എന്റെ പിതാമഹന്മാരെയൊക്കെ കൊല്ലാൻ പോവുകയാണ്. ഞാൻ കാരണം അവരെല്ലാവരും ഇല്ലാതാകും. ഞാൻ കാരണം അവരുടെ ജീവിതം ഇല്ലാതാകും എന്നാണ് അർജുനൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? നീയോ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഈ രാജാക്കന്മാർ, യുദ്ധത്തിന് വന്നിട്ടുള്ള ആരും തന്നെ ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നീയും ഞാനും അതേപോലെ ചുറ്റുപാടുമുള്ള രാജാക്കന്മാരൊന്നും ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അവര് മുന്നേ ഉണ്ടായിരുന്നു, അവരിപ്പോഴുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഭാവിയിലും സർവേ ഭയമതപരം ഭവിഷ്യാമ, അവരൊരിക്കലും ഭാവിയിൽ ഇല്ലാതാകുന്നില്ല. അവരെല്ലാവരും അതേപോലെ തന്നെ നിലനിൽക്കും. അപ്പൊ നമ്മളെല്ലാവരും എല്ലാ സമയത്തും ഉണ്ടായിരുന്ന ആളുകളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാനും എല്ലാ സമയത്തുമുണ്ട്, നീയും എല്ലാ സമയത്തുമുണ്ട്. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഈ രാജാക്കന്മാരെല്ലാവരും ഓരോരുത്തരും എല്ലാ സമയത്തും ഉള്ളവരാണ്. അവരാരും ഇല്ലാതാകുന്നില്ല, ഞാനും ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നാണ് ഭഗവാൻ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ആളുകൾക്ക് ഉള്ള ഒരു ധാരണയല്ല. സാധാരണഗതിയിൽ ആളുകൾ ഭഗവാനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാപര യുഗത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുറച്ചു കാലം 125 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു, അതിനുശേഷം മരിച്ചുപോയി എന്നാണ് സാധാരണ ആളുകൾ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ ഭഗവാൻ എന്താണ് പറയുന്നത്? ഞാൻ എല്ലാ കാലത്തുമുണ്ട്. ഭഗവാനായിട്ട് എല്ലാ കാലത്തുമുള്ള വ്യക്തിയാണ്. ഭഗവാൻ ദ്വാപരയുഗത്തിൽ അവതരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്കിപ്പോൾ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഭഗവാൻ എല്ലാ സമയത്തും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ അർജുനനെ കുറിച്ചും പറഞ്ഞു, മറ്റുള്ള രാജാക്കന്മാരെ കുറിച്ചും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആരും ഒരിക്കലും ഇല്ലാതാകുന്നില്ല അല്ലെ? അപ്പൊ അത് മരണത്തിനെ കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ ഭഗവാൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മരണത്തെ കുറിച്ച് നമ്മൾ എന്താണ് സാധാരണഗതിയിൽ വിചാരിക്കുന്നത്? ഞാൻ ഇന്ന കാലത്ത് ജനിച്ചു, ഇപ്പൊ പ്രായമായി വന്നുകൊണ്ടിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. അല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താണ് നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത്? മരിച്ചാൽ എന്ത് പറ്റും? എന്താണ് പറ്റുന്നത്? നമ്മുടെ ബലങ്ങൾക്ക് അനുസരിച്ചുള്ള ഓരോ ലോകം കിട്ടും, ഒരു ശരീരം കിട്ടും അല്ലെ? അത് നമ്മള് ഭഗവത്ഗീതയൊക്കെ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ട് മനസ്സിലായതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കർമ്മഫലം അനുസരിച്ച് വേറൊരു ശരീരം കിട്ടും എന്നാണ്. പക്ഷെ സാധാരണഗതിയിൽ ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഒന്നുമില്ല, പിന്നെ ഞാനില്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കും. കുറച്ചും കൂടി ഈശ്വര വിശ്വാസമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവര് വിചാരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈശ്വരന്റെ അടുത്ത് അലിഞ്ഞു ചേർന്നു പോകും, ഈശ്വരന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ, ഈ ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരും, അലിഞ്ഞ് ഇല്ലാതാണ്. എനിക്ക് പിന്നെ ബോധമൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് വ്യക്തിത്വം ഒന്നുമില്ല, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് മാറും എന്നൊക്കെ വിചാരിക്കും അല്ലെ? സാധാരണഗതിയിൽ എല്ലാവരും, മിക്കവാറും ഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, മരണം വരെയുള്ള ജീവിതം, അത് കഴിഞ്ഞാൽ തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് അജ്ഞാനമാണ്. നമ്മള് ഈ ജീവൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള തോന്നലാണ്. ശരീരത്തിൽ കയറി ഇരിക്കുന്നത് കൊണ്ടാണ് ജീവന് തോന്നുന്നത് ശരീരം ഇല്ലാതാകുമ്പോൾ നമ്മളും ഇല്ലാതാവും
അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് ജീവാത്മാവിനുള്ളത്. ആ തെറ്റിദ്ധാരണയാണ് ഭഗവാൻ മാറ്റുന്നത്. ഭഗവാൻ മരണത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മരിക്കുന്നതോടുകൂടി ജീവനോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഒരു മാറ്റവും ജീവാത്മാവിന് സംഭവിക്കുന്നില്ല. വീണ്ടും ജീവൻ അതേപടി നിലനിൽക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിലനിൽക്കുക മാത്രമല്ല, നമ്മൾക്ക് നമ്മളെ കുറിച്ചുള്ള എല്ലാ ബോധവും ഉണ്ടാവും. നമ്മളൊരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഓരോരുത്തരെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നൈവ ന ഭവിഷ്യാമ സർവേ ഭയമതപ്പര. നീയും ഞാനും ഈ കാണുന്ന രാജാക്കന്മാരെല്ലാവരും മരിച്ചു കഴിഞ്ഞാലും എല്ലാ കാലത്തും അതേപോലെ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകം ആളുകളായിട്ട്, പ്രത്യേകം ഇൻഡിവിജ്വൽസ് ആയിട്ട്, വ്യക്തികളായിട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ എവിടെയും അലിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ഭഗവാന്റെ ശരീരത്തിൽ നമ്മൾ അലിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മത്തിൽ അലിഞ്ഞു പോകുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ പറയുന്നത് നമ്മളെല്ലാവരും നിത്യനാണ്. മരണം നമ്മളെ ഇല്ലാതാക്കുന്നില്ല. മരണത്തോടു കൂടി നമ്മളെ ഇല്ലാതാകുന്നില്ല. നമ്മൾ വ്യക്തിയായിട്ട് തന്നെ നിൽക്കും. കൃഷ്ണൻ കൃഷ്ണനായിട്ട് നിൽക്കും, അർജുനൻ അർജുനനായിട്ട് നിൽക്കും. എല്ലാ രാജാക്കന്മാരും അവര് ആ വ്യക്തികളായിട്ട് തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിനോ നമ്മുടെ ബോധത്തിനോ ഒന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്താണ് മരണത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ പ്രധാനമായിട്ട് ഭഗവാൻ പറഞ്ഞത് മരണം എന്നുള്ള കാര്യം ആരെയും ഇല്ലാതാക്കുന്നില്ല. എല്ലാവരും എല്ലാ കാലത്തുമുള്ള ആളുകളാണ്, നിത്യനാണ്. കഠോപനിഷത്തിൽ നിന്നുള്ള ശ്ലോകം ശിലപ്രഭാതർ കോട്ട് ചെയ്തിട്ടുണ്ട്. നിത്യോ നിത്യാനാം ചേതനാന ഏകോ ബഹുനാക്യോ വിദദാധികാമാൻ. എല്ലാവരും നിത്യന്മാരാണ്. നിത്യാനാം എന്ന് പറഞ്ഞത് ഒരുപാട് നിത്യന്മാരുണ്ട്, ഒരുപാട് ജീവാത്മാക്കളുണ്ട്. അതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ജീവാത്മാവാണ്, ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് നിത്യൻ. അതാരാണ്? അത് ഭഗവാനാണ്. ആ ഭഗവാന്റെ പ്രത്യേകതയും അവിടെ പറയുന്നുണ്ട്. എന്താണ് പ്രത്യേകത? ഏകോ ബഹുനാഭ്യോ വിദദാധികാമാൻ. ആ ഒരൊറ്റ വ്യക്തിയാണ്, ആ ഒരൊറ്റ നിത്യനാണ് എല്ലാ നിത്യന്മാരെയും നിലനിർത്തുന്നത്. എല്ലാ നിത്യന്മാരെയും നിലനിർത്തുന്ന ഒരൊറ്റ നിത്യൻ അത് ഭഗവാനാണ്. ആ ഭഗവാനാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അവരെ നിലനിർത്തുന്നത്. ഏകോ ബഹുനാഭ്യോ വിദദാധികാമാൻ. അപ്പൊ അത് ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരും ഇല്ലാതാകുന്നില്ല, നമ്മളെല്ലാവരും നിത്യന്മാരാണ്. മരണം ഒരു ജീവാത്മാവിനെ ഒന്നും ചെയ്യുന്നില്ല. മരണത്തിന് ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതേപോലെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വാലിറ്റിയും ഓരോരുത്തരും വ്യക്തിയായിട്ട് തന്നെ നിൽക്കും. നമ്മൾ എവിടെയും അലിഞ്ഞു പോകുന്നില്ല. നമ്മൾ വ്യക്തിയായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയാറുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നാവും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നായില്ലേ, എല്ലാം പോയില്ലേ എന്ന് പറയും അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നാകുന്നില്ല. മരിച്ചു കഴിഞ്ഞാലും നമ്മള് ശരീരം വിട്ടാലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. എവിടെയും പോയിട്ട് അലിഞ്ഞു പോയി ഇല്ലാതാകുന്നില്ല. ആ ഒരു തെറ്റിദ്ധാരണയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ മാറ്റുന്നത്. അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ വായിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം.